ഹലോ, നമ്മുടെ നിർദ്ദേശങ്ങളെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ജാവാസ്ക്രിപ്റ്റ്, ജാവ, പൈത്തൺ, HTML, C# എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ഇത്രയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എന്തിനൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്? വെബ്സൈറ്റ്, ആപ്സ്, ഗെയിംസ് ഒക്കെ നിർമ്മിക്കാൻ, മെഷീൻസിനെ കൺട്രോൾ ചെയ്യുവാൻ, AI മോഡൽസ് റൺ ചെയ്യുവാൻ എന്നിങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ആവശ്യകത ഒരുപാടാണ്. സോ ഞാനിവിടെ കവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഓരോ ആവശ്യങ്ങൾക്ക് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ആപ്ലിക്കേഷൻസ് അഥവാ ആപ്സ് നിർമ്മിച്ചിരിക്കുന്ന ഏതൊക്കെ ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ടാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏത് ലാംഗ്വേജ് ആണ് ബെറ്റർ, ഈസി ആയിട്ട് നിർമ്മിക്കാവുന്ന ചില പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? വൈ ഡു വി നീഡ് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? നമ്മൾക്കറിയാം, നമ്മൾ ഏത് ലാംഗ്വേജസിൽ നിർദ്ദേശങ്ങൾ നൽകിയാലും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഡിഫറെന്റ് ആണല്ലോ. ജ്യൂസ് പ്ലേറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ ഗ്ലാസ്സിൽ കൊടുക്കുന്നതല്ലേ സൗകര്യം? അതുപോലെ തന്നെ ഓരോ തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അനുയോജ്യമാകുന്ന വിധത്തിലാണ്. അതായത് വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഒരുപാട് കളേഴ്സും സ്റ്റൈൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം. മെഷീൻ ലേണിംഗ് ഓർ AI ടാസ്കുകൾക്ക് കമ്പ്യൂട്ടേഷണൽ പവർ അഥവാ ഒരുപാട് കാൽക്കുലേഷൻസ് എളുപ്പത്തിൽ ചെയ്യുന്നതിന് സപ്പോർട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം. അതായത് ഓരോ ലാംഗ്വേജസിന്റെയും പേർപ്പസ് ഡിഫറെന്റ് ആണ്. പോപ്പുലർ ലാംഗ്വേജസ് ഏതൊക്കെയാണ്, അവയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. പൈത്തൺ എന്നത് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ആണ്. AI, ഡാറ്റാ സയൻസ് റിലേറ്റഡ് ടാസ്കുകൾ ഒക്കെ ചെയ്യാൻ ആളുകൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. റെസ്റ്റ്, R തുടങ്ങിയ ലാംഗ്വേജസും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആൻഡ്രോയിഡ് ആപ്സ്, അധിക സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ജാവ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. വെബ്സൈറ്റ്, അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിച്ചാണ്. C++ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഗെയിം ഡെവലപ്മെന്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ എന്നീ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ്. ഒരുപാട് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഗ്യാരണ്ടിയോട് കൂടി ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ റെസ്റ്റ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡെയിലി കാണുന്ന നമുക്ക് സുപരിചിതമായ ആപ്ലിക്കേഷൻസ് ആണ് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഒക്കെ. ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണെന്ന് അറിയാമോ? ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് C++ ആൻഡ് പൈത്തൺ യൂസ് ചെയ്തിട്ടാണ്. ഇൻസ്റ്റഗ്രാം, പൈത്തൺ, റിയാക്ട് എന്നീ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ആമസോൺ പോലുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, പേൾ, PHP തുടങ്ങിയ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. യൂട്യൂബിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തത് ജാവ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് പ്രോഗ്രാം പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക? പൈത്തൺ എന്നത് ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്, ഈസിയാണ്. ഇനി വെബ് ഡെവലപ്പർ ആവണമെങ്കിൽ HTML, C++, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കുന്നതാകും നല്ലത്. ഗെയിം ഡെവലപ്പേഴ്സിന് C++, പൈത്തൺ ഒക്കെ ആയിരിക്കും നല്ലത്. ഇനി ഗെയിം ഡെവലപ്പേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. അത് കിഡ്സിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബിഗിനേഴ്സിനും നല്ലതാണ്. പിന്നീട് പൈത്തൺ ഓർ C++ലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടത്. കുട്ടികൾ മുതൽ കോഡിംഗ് പഠിച്ചു തുടങ്ങണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇതിനെക്കുറിച്ച് കൂടുതലായി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പ്രൊജക്ട്സ് ഒക്കെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ടോ, പ്രിന്റ് ഹലോ വേൾഡ്. ഇത് പൈത്തൺ ലാംഗ്വേജ് ആണ് കേട്ടോ. സിമ്പിൾ അല്ലേ? പ്രിന്റ് അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ? ഇനി പൈത്തൺ പഠിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്യൂട്ടോറിയൽസിന്റെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഡൊമൈനോ അത് ഏതെങ്കിലും ആവട്ടെ, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ 2025-ലെങ്കിലും നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.